നമുക്ക് തക്കാളി കൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കി നോക്കാം. പച്ചമുളകും ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ വേണ്ടി വരും. തക്കാളി കൊണ്ടൊരു സൂപ്പ്. ചട്ടിയിൽ വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും മുളകും ഒരു കഷ്ണം ബീറ്റ്റൂട്ടും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചേർക്കുക. തക്കാളി സൂപ്പിനുള്ള സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. ഇത് തിളച്ച് നല്ലോണം വെന്ത് വരുമ്പോൾ നമുക്കിനി കാണിക്കാം. അപ്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ സൂപ്പിനുള്ള തക്കാളിയെല്ലാം പകുതി മുക്കാൽ വേവോളം ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഒരു പരന്ന പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് തണുക്കുന്നതിന് വേണ്ടിയാണ്. തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ച് സൂപ്പാക്കണം. ഇനി എല്ലാം എടുത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ച് അതിൻ്റെ കഷ്ണങ്ങൾ വേവിച്ച വെള്ളത്തിൽ കൂടി ചേർത്ത് നല്ല ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 ചേരുവകളൂടെ ഇത് ചേർക്കേണ്ടതുണ്ട്. ചിലപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി ഉപ്പ് ചേർക്കണം. അത് കാണിക്കാം. കൊണ്ടിരിക്കുന്ന സൂപ്പിലേക്ക് കൊഴുപ്പിന് വേണ്ടി 1 സ്പൂൺ റാഗിപ്പൊടി ഈ സൂപ്പിൽ ശകലം എടുത്ത് അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി, ആ പൊടി ഇട്ടൊന്ന് ഇളക്കി കട്ട കെട്ടാതെ നല്ലോണം ഇളക്കി കൊടുക്കുക. രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ സൂപ്പ് റെഡിയാവും. ഇനി അവസാനം ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതുണ്ട്. 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞ് വേറെ ചേരുവകൾ ചേർക്കേണ്ടതുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാണിക്കാൻ സാധിച്ചില്ല. ഉപ്പ് ഏതാണ്ട് റെഡിയായിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് ഇതൊന്ന് തണുക്കാൻ വയ്ക്കണം. അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ഇത് പൂർത്തിയാക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ഫുഡ് ഒരു തക്കാളി റാഗിപ്പൊടി സൂപ്പ് എന്ന് പറയാം. തക്കാളി റാഗിപ്പൊടി സൂപ്പ് റെഡിയായിട്ടുണ്ട്. റാഗിയുടെ കാൽസ്യവും തക്കാളിയുടെ ഗുണങ്ങളുമൊക്കെ ചേർന്ന ഒരു സൂപ്പാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ റിച്ചായി. തേങ്ങാപ്പാൽ ഇത്തിരി കൂടിപ്പോയി എന്നാണ്, എങ്കിലും കുഴപ്പമില്ല. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി സൂപ്പ്. നമുക്ക് 7 മണി സമയത്ത് അത്താഴത്തിന് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഈ സൂപ്പ് ഉപയോഗിക്കാം. അടിപൊളി സാധനമാണ്. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അടിപൊളി അടിപൊളി. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ഒരു നേരത്തെ അത്താഴത്തിന് 7 മണിക്ക് നമുക്ക് കഴിച്ചാൽ വേറെ ഒന്നും വേണ്ട, ഇത് മതി. എല്ലാവരും ഈ തക്കാളി സൂപ്പും തക്കാളി റാഗി സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ആശംസകൾ.